ചരിത്ര വഴികളിലൂടെ പത്ത് ദൈവപ്രമാണങ്ങളും 7 കൂദാശകളും സ്വവംശ വിവാഹനിഷ്ഠയും പരസ്പര പൂരകങ്ങളായി തുടരണം എന്ന ഗോത്രപിതാക്കളുടെ പിതൃശാസനം ശിരസാ വഹിച്ചാണ് നൈയാമിക അപ്പസ്തോലിക പാരമ്പര്യങ്ങളോടെ ന്യായിത്തോമായും ഉറഹാമാർ ഔസേപ്പും 72 കുടുംബങ്ങൾക്കൊപ്പം AD 345 കേരളത്തിലെ മാലിങ്കരയിൽ കപ്പൽ ഇറങ്ങുന്നത്. ബാജി, ഹാദായി, ഹോജോ, ബെജാലിക്, ബെൽക്കോത്ത്, മജ്മത്ത്, തെജമത്ത് എന്നീ 7 ഗോത്രങ്ങളിൽ നിന്നും കുടിയേറിയ നമ്മുടെ പൂർവ പിതാമഹന്മാരിലേക്കും ചരിത്ര സ്രോതസ്സുകളിലേക്കും എത്തിനോക്കുമ്പോഴാണ് പിതാവായ അബ്രാഹം വരെ ചെന്നെത്തി നിൽക്കുന്ന പാരമ്പര്യം ബോധ്യമാകുന്നത്. സ്വവംശ വിവാഹനിഷ്ഠയിൽ നിന്നും വ്യതിചലിച്ച് അന്യസ്ത്രീകളെ വിവാഹം ചെയ്തവർക്കെതിരെ പ്രതികരിച്ച് സ്വന്തം വസ്ത്രം വലിച്ചു കീറി ദേവാലയത്തിൽ കിടന്നു കരഞ്ഞ് അന്യസ്ത്രീകളെ ഉപേക്ഷിച്ച് തിരിച്ചു വരുവാൻ ആവശ്യപ്പെട്ട എസ്രാ പ്രവാചകന്റെ പിൻഗാമികളാണ് ജ്ഞാനായക്കാർ. അതുകൊണ്ട് തന്നെയാണ് മധ്യപൂർവ്വദേശത്ത് നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് നമ്മുടെ പിതാമഹന്മാർ എസ്രാ പ്രവാചകന്റെ മൃതകുടീരത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് പ്രതിജ്ഞ ചെയ്ത് അനുഗ്രഹവുമായി കൊടുങ്ങല്ലൂരിലേക്ക് യാത്ര തിരിച്ചത്. കാലവും ലോകവും മാറിയ ഈ ആധുനിക യുഗത്തിലും സ്വവംശ വിവാഹനിഷ്ഠ നമ്മൾ പാലിക്കുമ്പോൾ അന്നത്തെ പ്രതിജ്ഞയെ സാക്ഷാത്കരിക്കുകയാണ് ചെയ്യുന്നത്. ജ്ഞാനായ സമുദായത്തിന്റെ യഥാർത്ഥ സത്തയും അർത്ഥവും വ്യാപ്തിയും പ്രസക്തിയും മനസ്സിലാക്കണമെങ്കിൽ തെക്കുംഭാഗർ എന്ന പേര് എവിടെ നിന്ന് ആരംഭിച്ചു എന്ന് കണ്ടെത്തണം. കേരളത്തിലെ കൊടുങ്ങല്ലൂർ മഹോദയ പട്ടണത്തിന്റെ തെക്കുവശത്ത് താമസിച്ചതുകൊണ്ട് മാത്രമല്ല ഈ പേര് സമുദായത്തിന് ലഭിച്ചത്. ഇതിന് ഉപോത്ബലകമായി നിരവധി തെളിവുകൾ ചരിത്രകാരന്മാർ സമർത്ഥിക്കുന്നുണ്ട്. സമുദായാചാര്യൻ യശശരീരനായ ജോസഫ് ചാഴികാടൻ രചിച്ച തെക്കുംഭാഗ സമുദായ ചരിത്രം 2ാം പതിപ്പ് മുതൽ നിരവധി യൂറോപ്യൻ ചരിത്രകാരന്മാരുടെ ഗ്രന്ഥങ്ങളിൽ വരെ തെക്കുംഭാഗർ എന്ന പേരിന്റെ ഉത്ഭവം മധ്യപൂർവ്വദേശത്ത് നിന്ന് ആരംഭിച്ച് കേരളത്തിൽ കൊടുങ്ങല്ലൂരിൽ തുടർന്നതാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പേര് ക്രിസ്തുവിന് മുൻപ് 8ാം നൂറ്റാണ്ട് മുതൽ നിലവിൽ വന്നതാണെന്നും സിറിയയിൽ ന്യായിത്തോമായും കൂട്ടരും ഉപയോഗിച്ചതാണെന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇത് ആഴത്തിൽ വ്യക്തമാക്കുവാനുള്ള ശ്രമമാണ് ഇവിടെ തുടർന്ന് നടത്തുന്നത്. BC 925 സ്ലേമോന്റെ മരണശേഷം മകൻ റഹോബാമിനെ ഇസ്രായേലിലെ രാജാവായി അഭിഷേകം ചെയ്യുന്നതിനായി ഇസ്രായേൽ പ്രതിനിധികൾ ഷീഹേമിൽ കൂടി. എന്നാൽ റഹോബാമിന്റെ നയവൈകല്യം മൂലം ഇസ്രായേൽ ജനം 2ആയി പിരിഞ്ഞു. ഇസ്രായേലിലെ 10 ഗോത്രങ്ങൾ ഒന്നുചേർന്ന് സ്ലേമോന്റെ സേനാനായകനായിരുന്ന ജെറോബാമിനെ അവരുടെ നേതാവായി തെരഞ്ഞെടുത്തു. യെറൂസലേം ഉപേക്ഷിച്ച് അവർ വടക്കോട്ട് പോയി സമറിയ തലസ്ഥാനമാക്കി ഇസ്രായേൽ രാജ്യം സ്ഥാപിച്ചു. ബാക്കി 2 ഗോത്രക്കാർ, യൂദായുടെയും ബെഞ്ചമിന്റെയും ഗോത്രക്കാർ ഒന്നുചേർന്ന് റഹോബാമിനെ രാജാവായി സ്വീകരിച്ച് തെക്കോട്ട് പോയി യൂദയ രാജ്യവും സ്ഥാപിച്ചു. ഇവർ 2 കൂട്ടരും 200ഓളം വർഷങ്ങൾ നിത്യശത്രുതയിൽ വർദ്ധിച്ചിരുന്നു. വടക്കുള്ളവർ യെരൂശലത്ത് പ്രവേശിക്കുവാനോ ആരാധന നടത്തുവാനോ തെക്കുള്ളവർ അനുവദിച്ചിരുന്നില്ല. കാരണം വടക്കേ ഇസ്രായേലുകൾ യഹോവയ്ക്ക് പകരം
കാളക്കിടാവിനെ അവരുടെ ആരാധനാ സ്ഥലത്തു വെച്ച് വന്ദിച്ചിരുന്നു. BC 721 ഷാൽമനാസർ വടക്കേ ഇസ്രയേൽ രാജ്യം കീഴടക്കുകയും പുരുഷന്മാരെ അടിമകളാക്കി അസീറിയയിലേക്കും മിഥിയായിലേക്കും നാടുകടത്തുകയും ചെയ്തു. അസീറിയക്കാർ വടക്കേ ഇസ്രായേലിൽ കുടിയേറി പാർക്കുകയും അസീറിയക്കാരും ഇസ്രായേൽക്കാരും ചേർന്നുണ്ടായ സങ്കരവർഗത്തിന് സമരിറ്റൻസ്, സംറായക്കാർ, സമരിയാക്കാർ, ഷംറായക്കാർ എന്ന പേരുകൾ ഉണ്ടായി. നാം പുതിയ നിയമത്തിൽ കാണുന്ന നല്ല സംറായക്കാരനും കുഷ്ഠരോഗം ഭേദപ്പെട്ട ശേഷം ക്രിസ്തുവിനോട് നന്ദി പ്രകടിപ്പിക്കുവാൻ തിരിച്ചു വന്ന സംറായക്കാരനും യാക്കോബിന്റെ കിണറ്റിങ്കര വെച്ച് ക്രിസ്തു കുടിപ്പാൻ വെള്ളം ആവശ്യപ്പെട്ട സംറായിക്കാരി സ്ത്രീയുമെല്ലാം അസീറിയൻ ഇസ്രയേൽ സങ്കരവർഗത്തിൽപ്പെട്ടവരായിരുന്നു. BC 721 ശേഷം ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൽ വടക്കേ ഭാഗക്കാർ സംറായക്കാരും തെക്കേ ഭാഗക്കാർ യൂദയ രാജ്യക്കാരായ യഹൂദന്മാരുമായി തീർന്നു. അങ്ങനെ യൂദ, ബെഞ്ചമിൻ ഗോത്രക്കാർ മാത്രം യഹൂദജനമായി അവശേഷിക്കുകയും തുടർന്നു പോരുകയും ചെയ്തു. ക്രിസ്തുവിന്റെ ജന്മദേശമായ നസ്രത്തും കാനാത്തോമായുടെ ജന്മനാടായ കാനായും പത്രോസിന്റെ നാടായ കഫർനാമും മഗ്ദലന മറിയത്തിന്റെ നാടായ മഗ്ദലയും എല്ലാം ഗലീലയിലെ ഗ്രാമങ്ങളും പട്ടണങ്ങളുമായിരുന്നു. യൂദയ രാജ്യത്തു നിന്ന് ഗലീലയിലേക്ക് കുടിയേറി പാർത്ത തെക്കേ ഇസ്രായേൽക്കാർ സമറിയാക്കാർക്കും സമറിയ രാജ്യത്തിനും വടക്ക് ഭാഗത്ത് താമസിച്ചിരുന്നുവെങ്കിലും അവർ കലർപ്പില്ലാത്ത യഹൂദരക്തത്തോടു കൂടിയ തെക്കേ ഇസ്രായേൽക്കാരായിരുന്നു. കാനാത്തോമായുടെ നേതൃത്വത്തില് AD 345 കേരളത്തിൽ കുടിയേറിയ ജനങ്ങൾക്ക് ഇസ്രായേലിലെ തെക്കൻ ഭാഗർ ദ സദേൺ ഇസ്രായേൽസ് എന്ന പേര് BC 8-ാം നൂറ്റാണ്ട് മുതൽക്കുണ്ടായിരുന്നതാണെന്ന് ചരിത്രം വ്യക്തമായും പഠിപ്പിക്കുന്നു. യേശു ദൈവപുത്രനാണെന്ന് ആദ്യമേ ഏറ്റുപറഞ്ഞ ആദിമ യഹൂദ ക്രിസ്ത്യാനികളുടെ നേർ തുടർച്ചയാണ് ഇന്ന് ലോകത്തുള്ള ജ്ഞാനായ ജനത. ജ്ഞാനായ ചരിത്രത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയവുമായി നമുക്ക് പ്രത്യേകമായുള്ള ബന്ധവും സ്വന്തവും വ്യക്തമാകും. ചരിത്രത്തിന്റെ തുടർച്ചയിൽ സീറോ മലബാർ സഭയ്ക്ക് അടിത്തറയിട്ട ജ്ഞാനായ ജനം 1911 കോട്ടയം വികാരിയത്തായും 1923 കോട്ടയം രൂപതയായും 2005 കോട്ടയം അതിരൂപതയായും ഉയർത്തപ്പെട്ട ഈ ചെറിയ അജഗണം സീറോ മലബാർ സഭയ്ക്ക് മാത്രമല്ല ആഗോള ക്രൈസ്തവ സഭയ്ക്ക് തന്നെ അഭിമാനവും മാതൃകയും വഴികാട്ടിയുമാണ്. വംശത്തിൽ യഹൂദരെയും ആരാധനയിൽ പൗരസ്ത്യരെയും സംസ്കാരത്തിൽ ഭാരതീയ സംസ്കാരത്തെയും സമന്വയിപ്പിക്കുന്ന വിശ്വസംസ്കാരത്തിന്റെ ഉടമകളായ ജ്ഞാനായ ജനത ലോകത്തിൽ 50-ൽ പരം രാജ്യങ്ങളിലായി വ്യാപിച്ചു കഴിഞ്ഞു. 2000-ാം ആണ്ടിന്റെ തുടക്കത്തിൽ വ്യാപകമായും ഇംഗ്ലണ്ടിലേക്ക് കുടിയേറ്റം ആരംഭിച്ച ഈ യഹൂദ ക്രിസ്ത്യാനികളുടെ പിന്തുടർച്ചക്കാർ മിഡ്ലൻഡിലെ വൂസ്റ്റർഷയർ കേന്ദ്രീകരിച്ച് വൂസ്റ്റർ ജ്ഞാനായ കാത്തലിക് അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചു. ഒന്നിച്ചു നിന്നാൽ നാം ഒരു ശക്തി, ഭിന്നിച്ചു നിന്നാൽ വീണത് തന്നെ എന്ന ആപ്തവാക്യത്തിന്റെ പൊരുൾ ഗ്രഹിച്ച് ഉണർന്ന് പ്രവർത്തിക്കുവാൻ കാലാകാലങ്ങളിൽ ഈ യൂണിറ്റിന് സാധിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സ്വന്തം സമുദായത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഈ യൂണിറ്റിലെ ഓരോ അംഗവും വിശ്വാസവും പാരമ്പര്യവും ഒന്നുപോലെ നെഞ്ചോട് ചേർത്ത് വെച്ച് ജൈത്രയാത്ര തുടരുമ്പോൾ
കൂടുതലായ ആത്മീയ ജ്ഞാനവും ഉൾക്കരുത്തും അചഞ്ചലമായ വിശ്വാസവും ദൈവാശ്രയ ബോധവും ലഭിക്കുവാൻ നമ്മുടെ മൺമറഞ്ഞുപോയ പൂർവപിതാക്കളോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ വിയർപ്പിൻ്റെയും കണ്ണുനീരിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും വിശ്വാസ ജീവിതത്തിൻ്റെയും പരിണത ഫലമാണ് നേട്ടങ്ങളാക്കി നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. മരണക്കിടക്കയിൽ വെച്ച് പൂർവപിതാവായ അബ്രഹാം ഇസഹാക്കിന് നൽകിയ വാഴ്വ്, ഇസഹാക്ക് യാക്കോബിന് നൽകിയ വാഴ്വ്, യാക്കോബ് പൂർവ പിതാക്കന്മാർക്ക് നൽകിയ വാഴ്വ്, പൂർവപിതാക്കന്മാർ നമ്മുടെ പിതാക്കൾക്ക് നൽകിയ വാഴ്വ്, നമ്മുടെ പിതാക്കൾ നമുക്ക് നൽകിയ വാഴ്വ് അടുത്ത തലമുറയിലേക്ക് നമുക്കും കൈമാറാം. അങ്ങനെ 50 യൂണിറ്റുകളെ ഉൾക്കൊള്ളുന്ന UKKCA എന്ന വടവൃക്ഷത്തിന്റെ ശംഖുനാഥം മുഴക്കുവാൻ, തുടർന്നും ഊസ്റ്റർ യൂണിറ്റിന് എക്കാലവും സാധിക്കുവാൻ ഈ ദശാബ്ദി ആഘോഷവേളയിൽ നമുക്ക് ദൃഢപ്രതിജ്ഞ എടുക്കുകയും ചെയ്യാം.